സാമ്പത്തിക പരാധീനത മൂലം ബിരുദ പഠനം പാതിയിൽ വഴിമുട്ടിയ അയ്യങ്കാവ് പുതിയകണ്ടത്തെ രഞ്ജിത്തിന് ഇനി ആത്മവിശ്വാസത്തോടെ തുടർന്ന് പഠിക്കാം. രഞ്ജിത്തിന്റെ ഇനിയുള്ള എല്ലാവിധ പഠനച്ചെലവും സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ഏറ്റെടുത്തു. ബധിരനും മൂകനുമായ രഞ്ജിത്തിന്റെ ജീവിതം കാസർഗോഡ് വിഷൻ വാർത്തയിലൂടെ കണ്ടറിഞ്ഞാണ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.എൻ. ആനന്ദകുമാർ സഹായം പ്രഖ്യാപിച്ചത്. ജന്മന മൂകനും ബധിരനുമായിട്ടും അയ്യങ്കാവ് പുതിയകണ്ടത്തെ കൂലിപ്പണിക്കാരനായ രാജന്റെ മകൻ രഞ്ജിത്ത് ചെറുപ്പം മുതൽക്കേ പഠനത്തിലും വായനയിലും അതിയായ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ചെറുക്കള മാർത്തോമ ബധിരമുഖ വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള പഠനം പൂർത്തിയാക്കിയ രഞ്ജിത്തിന്റെ തുടർ പഠനം അച്ഛൻ രാജനു മുന്നിൽ അടഞ്ഞ അധ്യായമായിരുന്നു. പിന്നീട് മകന്റെ സങ്കടവും അവന്റെ സഹപാഠികളുടെ രക്ഷിതാക്കൾ നൽകിയ പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും മുതൽക്കൂട്ടാക്കി ബിരുദ പഠനത്തിനായി രഞ്ജിത്തിനെ ഷൊർണൂരിലെ വാനപ്രസ്ഥം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള BRDS കോളേജിൽ ചേർത്തിരുന്നു. എന്നാൽ ആദ്യ വർഷം തന്നെ ഫീസായി 72,000 രൂപയോളം അടയ്ക്കണമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചതോടെ രഞ്ജിത്തിന്റെ പഠനമെന്ന സ്വപ്നം നിലയ്ക്കുകയായിരുന്നു. കുടുംബം പുലർത്താനുള്ള വകയ്ക്ക് പോലും ബുദ്ധിമുട്ടിയ രാജന് മകന്റെ നിരാശയും കണ്ണീരും വലിയ മനോവേദനയായി മാറി. സ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകനും അധ്യാപകനുമായ രാജേഷ് കറിയ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് കാസർഗോഡ് വിഷൻ വാർത്ത രഞ്ജിത്തിന്റെ ജീവിതകഥ പുറം ലോകത്തെ അറിയിച്ചത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ രഞ്ജിത്തിന്റെ എല്ലാ പഠന ചെലവും ഏറ്റെടുക്കുമെന്ന് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.എൻ. ആനന്ദകുമാർ അറിയിച്ചു. രഞ്ജിത്ത് സംസാരിക്കാനും കേൾവിയുമില്ലാത്ത ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ പഠന കാര്യങ്ങളെല്ലാം സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. കൂലിപ്പണിക്കാരനായ അച്ഛൻ ഒരു ചെറ്റക്കുടലിൽ മാത്രം താമസിക്കുന്ന രഞ്ജിത്ത് പഠിക്കണമെന്നുള്ള ആഗ്രഹം പഠിത്തം മുടങ്ങി ഫീസ് അടയ്ക്കാതെ എന്താണെങ്കിലും ആ കുട്ടിയുടെ പഠനം പരിപൂർണമായിട്ടും ആ കുട്ടിക്ക് ഏതുവരെ പഠിക്കാമോ, ഇപ്പോൾ ആ കുട്ടി ഗ്രാജുവേഷന് പഠിക്കുന്നതാണ്, ഇനി പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കണമെങ്കിലും എത്ര പഠിക്കണമെങ്കിലും ആ പഠിത്ത ചെലവ് മുഴുവനും സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ബിരുദ പഠനം മാത്രമല്ല, രഞ്ജിത്തിന്റെ താൽപര്യപ്രകാരമുള്ള എല്ലാ തുടർ പഠനങ്ങൾക്കും ട്രസ്റ്റിന്റെ സഹായമുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കൂടാതെ രഞ്ജിത്തിന്റെ പഠനത്തിന് സർക്കാർ തലത്തിലുള്ള എല്ലാ സഹായങ്ങൾക്കും ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം അയ്യങ്കാവിലെ ഇവരുടെ വീട്ടിലെത്തിയ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ചെയർമാൻ പി. ബിജുവും ജില്ലാ കോർഡിനേറ്റർ EV ശിവപ്രസാദും രഞ്ജിത്തിന്റെ പിതാവ് രാജന് ഉറപ്പു നൽകി. തന്റെ വൈകല്യങ്ങളെ പഠനത്തിലൂടെ അതിജീവിക്കാനുള്ള രഞ്ജിത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് പുറമേ നിന്നുള്ള ഇത്തരം പിന്തുണയും സഹായവും ഇപ്പോൾ തന്നെ വലിയ ഉൾക്കരുത്ത് പകർന്നിരിക്കുന്നു. അതിലേക്ക് വഴികാട്ടിയാകാൻ കഴിഞ്ഞതിന്റെ നിർവൃതിയിലാണ് ഞങ്ങളും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.